Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദ് 54-55 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻ നഖൂലു ഇല്ലാ ഇത്തറാക ബഅദു ആലിഹതിനാ ബിസൂ قال إني أشهد الله واشهدوا أني بريء مما تشركون من دونه فكيدوني جميعا ثم لا تنظرون ഇന്നഖൂലു ഞങ്ങൾ പറയുന്നില്ല, ഇല്ല ഇത്തറാക്ക നിന്നെ ബാധിച്ചിട്ടുണ്ടെന്നല്ലാതെ, ബഅ്ലു ആലിഹത്തിന ദൈവങ്ങളിലെ ചിലതിൻ്റെ ദോഷം, ദൈവങ്ങളിലെ ചിലത് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ബിസൂഇൻ ചീത്ത കൊണ്ട് അല്ലെങ്കിൽ ദോഷം കൊണ്ട്, ദൈവദോഷം അത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപം അത് നിന്നെ ബാധിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയല്ല നിന്നെ സംബന്ധിച്ച്. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്. വഷ്ഹദു നിങ്ങളും സാക്ഷ്യം വഹിച്ചു കൊള്ളുക, അന്നീ ബരീഉൻ ഞാൻ പൂർണ്ണനായും മുക്തനാണ്, മിമ്മാ തുശ്രികൂൻ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിൽ നിന്നൊക്കെ, നിങ്ങളുടെ ബഹുദൈവത്വപരമായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നുമൊക്കെ ഞാൻ പൂർണ്ണമായും മുക്തനാണെന്നുള്ളതിന് നിങ്ങളും സാക്ഷിയാവുക. ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുകയാണ്. മിൻ ദൂനിഹി അവനെ കൂടാതെ, മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി അവനെ കൂടാതെ നിങ്ങൾ പങ്കാളികളാക്കുന്നതിൽ നിന്നും. ഫക്കീദൂനി അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ, എൻ്റെ കാര്യത്തിൽ എനിക്കെതിരെ നിങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിക്കുക. ജമീഅൻ മുഴുവനായും. സുമ്മ ലാ തുൻദിറൂ നിങ്ങൾ എനിക്കൊരവധിയും തരേണ്ടതില്ല, അവസരം തരേണ്ടതില്ല. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇൻ നഖൂലു ഞങ്ങൾ പറയുന്നില്ല, ഇല്ല ഇത്തറാക ബഅ്ലു ആലിഹത്തിനാ ബിസൂ ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ദൈവത്തിൻ്റെ ശാപം നിന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ദൈവകോപമാണ് നിന്നെ ബാധിച്ചിരിക്കുന്നത്. ഖാല അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ് ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു. എൻ്റെ ഈ നിലപാടിൽ, എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കർമ്മത്തിൽ, എൻ്റെ പ്രബോധനത്തിൽ അതിനൊക്കെ ഞാൻ അള്ളാഹുവിനെയാണ് സാക്ഷിയാക്കുന്നത്. വഷ്ഹദു നിങ്ങളും സാക്ഷ്യം വഹിക്കുക, അന്നീ ബരീഉൻ ഞാൻ മുക്തനാണ്, തീർച്ചയായും ഞാൻ മുക്തനാണ്, മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി അവനെ കൂടാതെ നിങ്ങൾ പങ്കാളികളാക്കുന്ന ദൈവങ്ങളിൽ നിന്നൊക്കെയും ഞാൻ ഒഴിവാണ്. ഫക്കീദൂനി എന്നിട്ട് നിങ്ങൾ എനിക്ക് എൻ്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കുക, കൈത് പ്രയോഗിച്ചു കൊള്ളുക. ജമീഅൻ മുഴുവനായും നിങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുക. സുമ്മ പിന്നെ ലാ തുൻദിറൂൻ എനിക്ക് നിങ്ങൾ അവധി തരേണ്ടതില്ല, അല്ലെങ്കിൽ അവസരം നൽകേണ്ടതില്ല. ഹൂദ് നബി അലൈഹിസ്സലാമക്കെതിരെയുള്ള അവരുടെ ആരോപണമാണിത്, അല്ലെങ്കിൽ അവരുടെ പ്രചരണമാണിത്. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു, നിൻ്റെ പ്രബോധനത്തിന് വേണ്ടി, നിൻ്റെ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആകൃഷ്ടരാവുകയോ ഞങ്ങളുടെ ദൈവങ്ങളെ കൈയൊഴിക്കുകയോ ചെയ്യുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അങ്ങനൊരു വിഷയമല്ല. എന്നെ സംബന്ധിച്ച് നീ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ദൈവങ്ങളുടെ കോപം ബാധിച്ചടാ, ദൈവകോപമാണ് നിനക്ക് പറ്റിയിരിക്കുന്നത്. ദൈവകോപം ബാധിച്ചതാണ്. എല്ലാ ദൈവങ്ങളുടെ ചില ദൈവങ്ങൾ നിന്നിൽ കോപിച്ചിരിക്കുന്നു, നിന്നെ ശപിച്ചിരിക്കുന്നു. അതാണ് ദൈവകോപം എന്ന് പറയാറുണ്ട്.
അതാണ് ഞങ്ങളുടെ ദൈവങ്ങളുടെ കോപം. അങ്ങനെയുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. സർപ്പകോപമാണ്. പെരയിൽ 2 ദിവസം തുടർച്ചയായിട്ട് പാമ്പിനെ കണ്ടാൽ ഹൈന്ദവ വിശ്വാസികൾ ചിലരൊക്കെ പറയും സർപ്പകോപമാണ്, കോവിലിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ നേർച്ചയാക്കണം. അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. ദൈവകോപം എന്ന് പറഞ്ഞാൽ സർപ്പം ദൈവത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പലരും കാണുന്നുണ്ട്. ഇതാണ് അവർ പറയണത്. ഈ ഹൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഏകത്വവും ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനവും ഒക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനവർ പറയുന്നത് ഇന്നക്കൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല എഴുത്തറ ബാധിച്ചു എന്നാണ്, ബാധിക്കുക. ഇല്ല എഴുത്തറാക്ക നിന്നെ ബാധിച്ചിട്ടുണ്ടെന്നല്ലാതെ ബഅ്ലു ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ ചിലത്, എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ദോഷമാണ്, ദൈവത്തിൻ്റെ കോപമാണ്, ദൈവത്തിൻ്റെ ശാപമാണ് നിന്നെ ബാധിച്ചിരിക്കുന്നത്. അതാണിപ്പോൾ നീ ഇങ്ങനെ ദൈവധിക്കാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ദൈവധിക്കാരം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രതിമകളെയും അവരുടെ ബിംബങ്ങളെയും ഒക്കെ അദ്ദേഹം വിമർശിക്കുന്നു. അതൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അത് ദൈവകോപത്തിൻ്റെ ഫലമാണ്. ബഅ്ലു ആലിഹത്തിന, ആലിഹത്ത് എന്നുള്ളത് ഇലാഹ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. ബിസൂഇൻ, തിന്മ കൊണ്ട്, അഥവാ തിന്മ കൊണ്ട് ബാധിച്ചു പറഞ്ഞാൽ ദൈവകോപം അല്ലെങ്കിൽ ദൈവശാപം, അതാണ് നിനക്ക്. അതുകൊണ്ടാണ് നീ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒറ്റപ്പെടുന്നത്. നിൻ്റെ വാദഗതികൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. നീ ദൈവകോപം ഏറ്റവനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശാപം ഏറ്റവനാണ്, ആയതിനാൽ ഞങ്ങൾക്കിടയിൽ സ്വീകാര്യനല്ല എന്നാണ് അവരോട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിന് പറയുന്ന മറുപടിയാണ്. ഒരു അർത്ഥശങ്കക്കിടയില്ലാത്ത വണ്ണം അദ്ദേഹം പറയുന്നു, ഇനി ഉഷ്ഹിദുല്ലാഹ, ഞാൻ എൻ്റെ നിലപാടിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ, യഥാർത്ഥ ദൈവത്തെ, യഥാർത്ഥ ആരാധ്യനെ സാക്ഷിയാക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ദൈവകോപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എനിക്ക് യഥാർത്ഥ ആരാധ്യനായ യഥാർത്ഥ ദൈവമായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആയതുകൊണ്ട് ഞാൻ അവനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, അവനല്ലാതെ യാതൊരു ദൈവമില്ലെന്നും അവനാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളതെന്നും. അതാണ് അതിൻ്റെ സൂചന. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവനാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അവൻ തന്നെയാണ് സാക്ഷി. ഇനി വഷ്ഹദു, നിങ്ങളും സാക്ഷ്യം വഹിച്ചു കൊള്ളുക, അന്നീ ബരീഉൻ, നിങ്ങളുടെ ദൈവകോപമാണ് എനിക്ക് ബാധിച്ചിരിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. എങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ദൈവങ്ങളിൽ നിന്ന്, ആ പ്രതിമകളിൽ നിന്നൊക്കെയും ഞാൻ ഇതാ സമ്പൂർണമായി മുക്തനായിരിക്കുന്നു. അങ്ങനെ ദൈവകോപം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ ദൈവങ്ങളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ പൂർണ്ണമായി ഞാൻ നിരാകരിക്കുകയാണ്. അവയൊന്നും ദൈവമല്ല തന്നെ, ഞാൻ അവയിൽ നിന്നൊക്കെയും പൂർണ്ണമായി മുക്തനാണ് എന്ന് പറഞ്ഞാൽ അവയുടെ ശാപം എനിക്കുണ്ടാകുമെന്നോ, അവരെന്നെ സ്വാധീനിക്കുമെന്നോ, അവരെനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്നോ, അവരെനിക്ക് ദോഷം വരുത്തുമെന്നോ അങ്ങനെയുള്ള ഒരു വിശ്വാസവും എന്നിലില്ല. ഞാൻ അള്ളാഹുവിനെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവനാണ് എന്നാണ്. അന്നീ വഷ്ഹദു, നിങ്ങൾ സാക്ഷിയായിക്കൊള്ളുക, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ സ്വീകരിച്ച് മനസ്സിലാക്കിക്കൊള്ളുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇത് കണ്ട് മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ നിങ്ങൾ ചെയ്യുന്ന ശിർക്ക് ചെയ്യുന്ന ദൈവങ്ങളിൽ നിന്നൊക്കെയും സമ്പൂർണ്ണമായി മുക്തനാണ്. ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണ് എന്നവരെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു. ഫക്കീദൂനി, അതുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എനിക്കെതിരെ എന്ത് തന്ത്രവും പ്രയോഗിച്ചു കൊള്ളുക. ഫക്കീദൂനി, എൻ്റെ കാര്യത്തിൽ എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ തോൽപ്പിക്കാൻ, എൻ്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക നിങ്ങൾ അത് ചെയ്യുവിൻ. അതാണ് ഫക്കീദുൻ, കൈദ്, കാത യക്കീദു കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം പ്രയോഗിക്കുന്ന, തന്ത്രം പയറ്റുക. അത് നമ്മൾ പല പ്രാവശ്യം വന്നിട്ടുള്ള പദങ്ങളാണ്. കാത യക്കീദു, തന്ത്രം പ്രയോഗിക്കുക. ഫക്കീദു നീ, എൻ്റെ കീദു നീ, നിങ്ങൾ എനിക്കെതിരെ തന്ത്രം പ്രയോഗിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ. ജമീഅൻ, മുഴുവനായും, പൂർണ്ണമായിട്ടും നിങ്ങൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വിഷയത്തിൽ എന്നെ തകർക്കാൻ, എൻ്റെ ഈ നിലപാടിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾ സൂത്രങ്ങൾ പ്രയോഗിച്ചു കൊള്ളുക. എന്ത് സൂത്രവുമാകും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദഅവത്തിൻ്റെ മാർഗത്തിൽ അവർക്ക് വരുന്ന പ്രയാസങ്ങളൊന്നും, ഒരുപക്ഷെ കൊല്ലപ്പെടും അല്ലെങ്കിൽ വർദ്ധിക്കപ്പെടും, ഇതൊന്നും അവർ വിഷയമാക്കാറില്ല. ഏത് തരത്തിലും എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തന്ത്രങ്ങളൊക്കെയും നിങ്ങൾ പയറ്റുക.
പിന്നെ ലാ തുൻളിറൂൻ, എനിക്ക് അവസരം തരേണ്ടതില്ല. എനിക്കൊരു പഴുതും ലഭിക്കാത്ത വണ്ണം, എനിക്ക് കൂടുതൽ അവസരം ലഭിക്കാത്ത വണ്ണം എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി എനിക്കെതിരെ തന്ത്രം പയറ്റാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊള്ളുക എന്നൊരു വെല്ലുവിളിയുടെ സ്വരം കൂടി അതിനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ബാക്കി അദ്ദേഹം തന്നെ പറയുന്നത്, ഹൂദ് നബി അലൈഹി സ്വലാം തന്നെ പറയുന്നതാണ്. തുടർന്നുള്ള ആയത്തുകളും അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല ഇത്തറാക്ക, നിന്നെ ബാധിച്ചിട്ടുണ്ടെന്നല്ലാതെ, ബാലു ആലിഹത്തിന, ഞങ്ങൾ ദൈവങ്ങളിലെ ചിലതിൻ്റെ കോപം, ബിസൂഇൻ, തിന്മയുമായി അല്ലെങ്കിൽ ദോഷവുമായി അല്ലെങ്കിൽ കോപവുമായി നിന്നെ ബാധിച്ചിട്ടുണ്ട്. സൂഅന തിന്മ, തെറ്റ്, കോപം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുമല്ലോ, പ്രയാസം, ദുരിതം. ഇവിടെ ദൈവങ്ങളുടെ ശാപം അല്ലെങ്കിൽ ദൈവങ്ങളുടെ കോപം, അതാണ് സൂഅ്. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഖാല, അദ്ദേഹം പ്രതികരിച്ചു, ഇന്നി ഉഷ്ഹിദുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു, വഷ്ഹദു, നിങ്ങളും സാക്ഷിയായിക്കൊള്ളുക, അന്നീ ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ചെയ്യുന്ന ബഹുദൈവത്വങ്ങളിൽ നിന്നൊക്കെ ഞാൻ പൂർണ്ണമായും മുക്തനാണ് എന്ന വിഷയത്തിൽ. മിൻ ദൂനിഹ, അവനെ കൂടാതെ നിങ്ങൾ അനുവർത്തിക്കുന്ന ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്ന്. ഫക്കീദൂനി, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിക്കുക, ജമീഅൻ, പൂർണ്ണമായും, അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്ന ആളുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. സുമ്മ ലാ തുൻളിറൂൻ, എനിക്കൊരവസരവും തരേണ്ടതില്ല, എനിക്കവസരം കിട്ടാത്ത വണ്ണം നിങ്ങൾ എന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു കൊള്ളുക. ഒരു വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ റബ്ബുണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും അവനെ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ മാർഗ്ഗത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ വസിദ്നാ ഇൽമ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും നീ അനുഗ്രഹിക്കുമാറാകണം. രക്ഷിതാവേ, ഖുർആൻ പഠിക്കാൻ നീ ഒരുമിച്ച് കൂടുന്നതിന് നീ അനുഗ്രഹമുള്ളൊരു സ്വീകാര്യതയുള്ള ഒരു അമലായി ഞങ്ങളിൽ നിന്ന് പൊരുത്തപ്പെട്ട് സ്വീകരിക്കുമാറാവണം. ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.